നമസ്കാരം. ഇന്നെൻ്റെ വിഷയം നമ്മുടെ ഈ ഇടയ്ക്കായിട്ട് സ്വർണത്തിൻ്റെ വില കൂടി അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ സ്വർണത്തിൻ്റെ നമ്മുടെ ഇറക്കുമതി വില 6% നിന്നും 15% വർദ്ധിപ്പിച്ച കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും അതിന് കാരണം എന്താണെന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈയിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എന്ന് വെച്ചാൽ യുദ്ധവും പിന്നെ ഹോർമൂസ് കടലിടക്ക് അടച്ചതും ഇവയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇവയൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഒക്കെ ധാരാളം വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പലുകളൊന്നും ഈ കടലിലൂടെ പോകാൻ സാധിക്കാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ചരക്കുകൾ ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും എക്സ്പോർട്ട് ചെയ്യാത്ത ഇമ്പോർട്ട് ചെയ്യാത്ത രീതിയിലേക്കൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡോളറിൻ്റെ വില ഇപ്പോൾ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ റെക്കോർഡായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് ഇന്ത്യൻ രൂപ 95 രൂപയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പൈസയിലേക്കാണ് ഈ ഡോളറിൻ്റെ വില മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെയേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുള്ളൊന്ന് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടിങ് ആണ് കൂടുതൽ നടക്കുന്നത്, എക്സ്പോർട്ടിങ്ങിന് ഉപരിയായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം കൂടുതലായും പണം ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമ്മൾ കൂടുതലും ഡോളറിന് വളരെയധികം പൈസ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം ഈ ക്രൂഡ് ഓയിലും അവയൊക്കെ ഈ സ്വർണവും അവയൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്ടിങ്ങിനുപരി ഇമ്പോർട്ടിംഗ് ആണ് കൂടുതൽ എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം പറയപ്പെടുന്നത്. അത് നമുക്ക് വലിയ ഭീഷണി തന്നെയാണ്. കാരണം നമുക്കറിയാം ഇതിന് ഇമ്പോർട്ടിങ്ങിനും എക്സ്പോർട്ടിങ്ങിനും ഒരു വലിയ ഗ്യാപ്പായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം, നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു പൈസ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സേവിങ്സ്, നമുക്ക് കുറച്ച് കടം ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ സേവിങ്സിൽ നിന്നും എടുക്കാം, അല്ല നമുക്ക് വേറെ ആരുടെയും നിന്നും കടം എടുത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ രണ്ടും തന്നെ നമ്മുടെ കുടുംബത്തിനെ വളരെ വലിയ രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇന്ത്യക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ സേവ് ചെയ്ത് വെച്ച പൈസയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലായും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഈ അടുത്തൊന്നും സ്വർണം എടുക്കാൻ പാടില്ല, അത് പിന്നീട് കൂടുതലായും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുക, ഈ എണ്ണ ചെലവ് കുറയ്ക്കുക എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടിങ് കുറയ്ക്കാനുള്ള ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, ഒന്നെങ്കിൽ നമ്മൾ ഇമ്പോർട്ടിങ് കുറയ്ക്കണം, എന്നിട്ട് എക്സ്പോർട്ടിങ് കൂട്ടണം. അങ്ങനെ ഇമ്പോർട്ടിങ് കൂട്ടണം അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് കുറയ്ക്കണം. നമുക്കിപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് എക്സ്പോർട്ടിങ് കൂട്ടാൻ സാധിക്കത്തില്ലല്ലോ. കാരണം നമ്മൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറായി നമ്മൾ എന്താണോ എക്സ്പോർട്ട് ചെയ്യുക ആ ഒരു സാധനം നമ്മൾ കൂടുതലായും ഉണ്ടാക്കി കഴിഞ്ഞ് അത് പിന്നീടേക്ക് മാത്രമേ നമുക്ക് കൂടുതലായും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടിങ് കുറയ്ക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇമ്പോർട്ടിങ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടായി വരുന്ന സാധനം ഈ ക്രൂഡ് ഓയിൽ, ഈ പെട്രോളിയം, പിന്നെ ഈ സ്വർണം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇവയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പെട്രോളിയം, പിന്നെ ഈ ഓയിൽ, അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ അത്യാവശ്യമായ ഒരു സാധനം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇന്ത്യക്ക് 35 ലക്ഷം കോടിയോളമാണ് ഈ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് കണക്കാക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 7 ലക്ഷം കോടിയോളം സ്വർണമാണ് കൂടുതലായും നമ്മൾ ഇങ്ങോട്ടേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടിംഗ് ഉള്ള ഒരു വസ്തു തന്നെയാണ് ഈ സ്വർണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്ത് സ്വർണം മേടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ
സർക്കാർ ഇതിൻ്റെ ഇറക്കുമതി 15% ഇതിൻ്റെ 15% വർദ്ധിപ്പിക്കാൻ കാരണവും. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയുടെ പൈസയുടെ മൂല്യം കുറഞ്ഞാൽ നമുക്ക് എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. നമുക്ക് ഇനിയും കൂടുതൽ ഓയിലൊക്കെ നമ്മൾ മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ രൂപയുടെ മൂല്യം കുറയുകയാണെങ്കിൽ നമ്മൾ വലിയ പൈസയ്ക്ക് സാധനം മേടിക്കേണ്ടി വരും. അങ്ങനെ ധാരാളം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണ്. പിന്നെ അതുകൂടാതെ ഡോളറിൻ്റെ ഇതിലാണല്ലോ നമ്മൾ സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ രൂപ വലിയൊരു തുക കൊടുത്തുകൊണ്ട് വേണം നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മേടിക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ. അപ്പോൾ ഇവിടെ വേറെ നമ്മൾ എങ്ങനെ സ്വർണം മേടിക്കണം, നമ്മളിപ്പോൾ അത്യാവശ്യ കാര്യത്തിന് എങ്ങനെ സ്വർണം മേടിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നമുക്കൊരു കല്യാണം ഉണ്ടെന്ന് വെക്കുക. അപ്പം നമുക്ക് ധാരാളം സ്വർണം വേണം എന്നുള്ള അത്യാവശ്യ കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ കല്യാണം വരുന്നത് അടുത്ത വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ചെറിയ പാട്ടായിട്ട് നമ്മൾ സ്വർണം മേടിച്ച് പോവുകയാണെങ്കിൽ അത് നമുക്ക് ലാഭകരമായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാം ഒന്നിച്ച് അവസാനത്തേക്ക് മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ വളരെ നഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ സ്വർണത്തിനെയും ഇവയൊക്കെ കൈകാര്യം ചെയ്യാൻ. കാരണം നമ്മൾ നാളെ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചിന്തിക്കണം എന്ത് പ്രതിവിധിയാണ് അതിന് വേണ്ടത് എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നം നിർത്തുന്നു. നന്ദി.